കള്ളിമുൾച്ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട്, മാനമുട്ട ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ, കള്ളിയങ്കാട്, പകല് പോലും ആരും എത്തി നോക്കാൻ ഭയക്കുന്ന ഇടം. അവിടെ റാണിയായി വിലസുകയായിരുന്നു കള്ളിങ്കാട്ടുനീലി. ആരെങ്കിലും ആ വഴി സഞ്ചരിച്ചാൽ പിറ്റേന്ന് അവരുടെ പല്ലും നഖവും മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അവളെ തളയ്ക്കാൻ ചെന്നവരാരും പിന്നെ ആ കാടിന് വെളിയിലേക്ക് വന്നില്ല. ഒടുവിൽ അവളെ തളയ്ക്കാൻ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊരു കത്തനാരെത്തി. കടമറ്റം പള്ളിയിലെ കത്തനാർ. പണ്ടെന്റെ വളരെ ചെറുപ്പത്തിൽ കടമറ്റത്ത് കത്തനാരുടെ സീരിയല് രാത്രി 10 മണിക്ക് കാണാൻ എല്ലാവരും കൂടി അടുത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്കൊരു പോക്കുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കാവടി തുള്ളിയാവും പോവുക. പക്ഷെ തിരിച്ചു വരുമ്പോ കള്ളിങ്കാട്ടുനീലി പിടിച്ചോണ്ട് പോകുന്നതോർത്ത് പേടിച്ച് വിറച്ചായിരിക്കും നടപ്പ്. കൂട്ടത്തിൽ കത്തനാരെയും വിളിക്കും. നീലി പിടിച്ചോണ്ട് പോയാൽ കൂടെ വന്നേക്കണേന്നൊക്കെ പറഞ്ഞേൽപ്പിച്ച് ഞാൻ ദാ ഇന്ന് കത്തനാരുടെ ആ പള്ളിയിലേക്കാണ് പോകുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് 10 കിലോമീറ്റർ പിന്നിട്ടാൽ വഴിയരികിൽ തന്നെയാണ് കടമറ്റം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണിത്. പലതവണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അതിന്റെ പഴമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ മുകളിലുള്ള പള്ളി ആകെ മൊത്തം പൊളിച്ചിട്ടിരിക്കുന്നു. കുഞ്ഞിലേ കേട്ട കഥകൾ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, പൊട്ടിപ്പൊളിഞ്ഞ ജനാലകളും പൊട്ടിയടർന്ന ഓടുകളും പണി തീരാതെ കിടക്കുന്ന ചുവരുകളുമൊക്കെയായി എന്തോ ഒരു പേടിയില്ലാതില്ല. 9ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നെത്തിയ മാർ ആബോ എന്ന ബിഷപ്പാണ് ഈ പള്ളി നിർമ്മിച്ചതത്രേ. അതിന് പിന്നിലൊരു കഥയുണ്ട്. മാർ ആബോ ക്രിസ്തുമത പ്രചാരണത്തിനായി ഇന്ത്യയിൽ വന്നു. പല ദേശങ്ങൾ കടന്ന് അദ്ദേഹം കടമറ്റത്ത് എത്തിച്ചേർന്നു. ഒരു വീട്ടിലെത്തിയപ്പോൾ കൊടും പട്ടിണിയാൽ കുട്ടിയുമായി നിന്ന് കരയുന്നൊരു വിധവയെ കണ്ടു. ബിഷപ്പിനും ഭക്ഷണം ആവശ്യമായിരുന്നു. അരിപ്പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ആബോ അച്ഛൻ അവരോട് പറയുന്നു. തപ്പി നോക്കിയപ്പോൾ 2 അരിമണി കിട്ടുകയും ചെയ്തു. അത് വേവിച്ചപ്പോൾ കലം നിറയെ ചോറ് ലഭിച്ചു അത്രേ. ദേശം ഭരിച്ചിരുന്ന ആയക്കുന്നത്ത് കർത്താവ് ഇതിനെക്കുറിച്ച് അറിയുകയും ക്ഷണം സ്വീകരിച്ചെത്തിയ മാർ ആവോ പിതാവ് അദ്ദേഹത്തിന്റെ മകളുടെ മാറാരോഗം സുഖപ്പെടുത്തുകയും ചെയ്തു അത്രേ. അതിന്റെ സന്തോഷത്തിൽ നാട്ടുരാജാവ് ആ സ്ഥലത്ത് ഒരു പള്ളി പണിതെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇന്ന് കാണുന്ന കടമറ്റം പള്ളി. ആ വിധവയുടെ മകൻ ക്രിസ്തുമതം സ്വീകരിച്ച് ഷെമ്മാശനായി. അദ്ദേഹമാണ് പൗലോസ് കത്തനാർ. ഷെമ്മാശന്റെ സ്വഭാവത്തിൽ സന്തുഷ്ടനായ മാർ ആബോ പൗലോസ് കത്തനാർക്ക് അച്ഛൻ പട്ടം നൽകി കടമറ്റം പള്ളിയുടെ ചുമതലയേൽപ്പിച്ചു. പക്ഷെ ഇപ്പോ ഈ പള്ളി അറിയപ്പെടുന്നത് കത്തനാരച്ചരുടെ കബറിടമാണെന്നാണ്. ഈ കാണുന്നതാണ് കത്തനാരച്ചന്റെ കബറിടം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എവിടേക്കോ ഞാൻ വായിച്ചറിഞ്ഞ കഥകളിൽ കത്തനാരച്ചൻ മാന്ത്രിക കിണറിലിറങ്ങി അപ്രത്യക്ഷനാവുകയായിരുന്നു എന്നതാണ് എൻ്റെ അറിവ്. അപ്പൊ ഈ കബറിടം ആരുടെയായിരിക്കും? ഏതായാലും കബറിടം ഇരിക്കുന്ന ഈ പള്ളിയിൽ നിന്നും താഴെയുള്ള പള്ളിയിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. പോയേടം പള്ളി. അവിടെയാണ് പ്രസിദ്ധമായ പാതാള കിണർ അഥവാ മാന്ത്രിക കിണർ ഉള്ളത്. കടമറ്റത്തെ കത്തനാർ മലയരയന്മാരുടെ അടുത്തു നിന്നാണ് മാന്ത്രിക വിദ്യകൾ പഠിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏറെ കെട്ടുകഥകളും ഇതിനെ ചൊല്ലിയുണ്ട്. എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് അറിയാത്തതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. മാന്ത്രിക വിദ്യകൾ പഠിച്ച കത്തനാരച്ചൻ പലരെയും സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ടെങ്കിലും അംഗീകരിക്കപ്പെടാതെ കിടക്കുന്ന ചില സത്യങ്ങളും അതിനോടൊപ്പമുണ്ട്. അതിന്റെ തെളിവാണ് ഈ മാന്ത്രിക കിണർ. മറ്റു മതവിശ്വാസികളും ഏറെ ഭക്തിയോടെ അവരുടെ പൂജകൾ നടത്തുന്ന സ്ഥലമാണ് ഇത്. അതിന്റെ അടയാളം പോലെ നിറയെ തിരികളും വെറ്റിലയും അടക്കിയുമൊക്കെ ഇതിന്റെ മുകളിൽ എപ്പോഴും കാണാൻ സാധിക്കും. ഇന്നും ആ മാന്ത്രിക കിണറിന് മുകളിൽ പലതരം കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. പള്ളിയുടെ അനുമതിയില്ലാത്ത കോഴിക്കുരുതിയും മദ്യമൊഴിച്ചുള്ള ആചാരങ്ങളുമൊക്കെ ഈ കിണറിനെ ചുറ്റിപ്പറ്റിയുണ്ട്. എന്തിന്റെ പിൻബലത്തിലാണ് ഇത് നടക്കുന്നതെന്നറിയില്ലെങ്കിലും പ്രാകൃതമായ ആചാരങ്ങളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്. എപ്പോഴും പള്ളിയിൽ പോകുന്ന പോലല്ല ഇത്തവണ. നിഗൂഢമായ എന്തോ ഒന്ന് ചുറ്റിനുമുള്ള പോലൊരു തോന്നൽ. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരിയില്ലാത്ത പ്രായത്തിൽ സീരിയൽ കണ്ട് നടന്നതിൻ്റെയാകും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.